അവൾക്കത് അത്യാവശ്യമായിരുന്നു. എന്തായാലും രഞ്ജിച്ചേട്ടന്റെ കൈ കൊണ്ട് അവൾക്കൊന്നും വരാൻ പാടില്ല. ലക്ഷ്മിയുടെ കാര്യം അറിഞ്ഞതും അഞ്ചു സന്തോഷത്തോടെ പറഞ്ഞു. അവൾക്കത് കിട്ടണം. പക്ഷേ ആ അങ്കിൾ പാവാണ് അഞ്ചു. ഞാന് അവളുടെ കൂടെ അവിടെ പോകുമ്പോൾ വലുതായിട്ട് സംസാരിക്കില്ലെങ്കിലും ദേഷ്യമൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ അവളുടെ അമ്മയുണ്ടല്ലോ, അവർ ഒത്തിരി പ്രശ്നമാണ് അഞ്ചു. എങ്കിലും ലക്ഷ്മിയെ പോലെ എന്റെ മുന്നിൽ അഭിനയിച്ചിട്ടില്ല. മനസ്സിലെ ഇഷ്ടക്കേട് പലപ്പോഴും എന്റെ മുന്നിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർ. ഇവിടെ നിന്ന് എന്നെക്കുറിച്ചും ജിത്തിവേടനെ കുറിച്ചും ഒക്കെ ദുഷിപ്പ് പറഞ്ഞെങ്കിലും അവർ ലക്ഷ്മിയേക്കാൾ ഭേദമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും വെറുക്കുന്നെങ്കിൽ അത് ആ സ്ത്രീയാണ്. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാൻ യാതൊരു മടിയില്ലാത്ത ആ സ്ത്രീയെ, എന്റെ ഏട്ടന്റെ പ്രണയത്തെ ചവിട്ടി അരച്ചുപോയ ആ സ്ത്രീയെ, ഞങ്ങളുടെ അച്ഛനെയും അമ്മയും ഞങ്ങൾക്ക് നഷ്ടമാക്കാൻ കാരണക്കാരിയായ, ഞങ്ങളെ അനാഥരാക്കിയ അവൾ നരകിച്ച് ചത്തുനിന്ന് കേൾക്കാനാണ് ഇപ്പൊ ഞാൻ കാത്തിരിക്കുന്നത്. കിതച്ചുകൊണ്ട് ഇടർച്ചയോടെ പറയുമ്പോഴും നിവിയുടെ കണ്ണുകൾ പുഴ പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. നിവിക്കുട്ടി കരയില്ലേ മോളെ. അവൾ ചെയ്തതിന്റെ ഫലം അനുഭവിക്കാതെ അവൾ ഈ ഭൂമിയിൽ നിന്ന് പോകില്ല. അതൊക്കെ നമ്മൾ കാണുകയും ചെയ്യും. അങ്ങനെ കരുതി ആശ്വസിക്കെ. ഇങ്ങനെ കരഞ്ഞു വിളിച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടാക്കി വെച്ചാ നിന്റെ ഏട്ടന് സങ്കടാവില്ലേ? നിവിയുടെ പറച്ചിലും കരച്ചിലും കണ്ട് വല്ലായ്മയുടെ ആര്യ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അവളെ എത്ര ഇഷ്ടമായിരുന്നെന്ന് അറിയോ ചേച്ചിക്ക്? എന്റെ അമ്മയെപ്പോലെയാണ് ഞാൻ ആ സ്ത്രീയെ കണ്ടതും സ്നേഹിച്ചതും വിശ്വസിച്ചതുമൊക്കെ. എന്നിട്ടും അവർ ഞങ്ങളെ ചതിച്ചു കളഞ്ഞു. ആര്യയുടെ ചുമളെ ചാഞ്ഞിരുന്ന ഉള്ളിൽ ഉറഞ്ഞുകൂടിയ സങ്കടം കണ്ണുനീരിലൂടെ പുറന്തള്ളുകയായിരുന്നു നിവി. അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട. നിന്റെ കണ്ണ് നിറഞ്ഞ് കാണുന്നത് രഞ്ജുവിന് മാത്രമല്ല സങ്കടം, ഞങ്ങൾ ഓരോരുത്തർക്കും അത് കാണുമ്പോൾ വിഷമം തോന്നും. അവളുടെ ചുവന്ന മുഖം കലങ്ങിയ കണ്ണുകളുമൊക്കെ കാണേ രാധിക പറഞ്ഞു. അവർ പറയുന്ന കേൾക്കി മുഖമൊക്കെ അമർത്തി തുടച്ചുകൊണ്ട് നിവിയൊന്ന് മൂളി. മോൾ സ്കൂൾ മാറ്റത്തിന്റെ കാര്യം നീ എന്ത് തീരുമാനിച്ചു ആര്യേ? ഷോപ്പിന്റെ പണിയൊക്കെ കഴിഞ്ഞു. എന്തായാലും അടുത്ത ആഴ്ച മുതൽ നിനക്ക് ജോലിക്ക് പോകണം. അപ്പോൾ അതിനു മുൻപ് കുഞ്ഞിന്റെ കാര്യം ശരിയാക്കണം. രാത്രി ആഹാരം കഴിക്കുന്ന നേരത്താണ് അടുക്കള വാതിൽക്ക് നിന്ന് ആര്യയുടെ അഭി തിരക്കിയത്. സ്കൂളിൽ നാളെ തന്നെ പോകാം അഭി. അവനെ നോക്കി നേരത്തൊരു പുഞ്ചിരിച്ചുകൊണ്ട് ആര്യ പറഞ്ഞു. ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ വരാം. അഭി അവരോട് അലിവോടെ പറഞ്ഞു. നീ വരണ്ട അഭി, ഞാൻ നിവിയും അഞ്ചും ദേവുട്ടിയും കൂടെയാണ് പോകുന്നത്. എല്ലാരെയും നോക്കി കുഞ്ഞൊരു പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് ആര്യ അടുക്കളയിലേക്ക് പോയി. ഉദ്ഘാടനമൊക്കെ വലിയ രീതിയിലുണ്ടോ ഏട്ടാ? കുടിക്കാനുള്ള വെള്ളം ഗ്ലാസുകളിൽ പകർത്തുകയായിരുന്നു നിവി ആകാംക്ഷയോടെ തിരക്കി. അതൊന്നുമില്ല കുഞ്ഞി, നമ്മുടെ ഷോപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. പിന്നെ കുറിച്ച് നോട്ടീസ് അടിച്ചിറക്കിയിട്ടുണ്ട്. കൂടെ കുറേയേറെ ഓഫർ മീറ്റിട്ടുണ്ട്. അതൊക്കെ തന്നെ ധാരാളം. കഴിച്ചു കഴിഞ്ഞ് വെള്ളം എടുത്ത് കുടിക്കുന്നിടയിൽ നിരഞ്ജൻ പറഞ്ഞു. ഏട്ടാ, ആര്യ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം കേട്ടോ. പണ്ട് കുറച്ചുനാൾ കമ്പ്യൂട്ടർ സെന്ററിൽ ജോലി ചെയ്തതെന്നല്ലാതെ ചേച്ചിക്ക് ജോലിക്ക് പോയുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ചേച്ചി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കും വരെ ഏട്ടൻ തന്നെ ചേച്ചിയെ സഹായിക്കണം. കൈ കഴുകി ഉമ്മറത്തേക്ക് ഇറങ്ങി പോകുന്നവനോടായി നിവി പറഞ്ഞു. നിന്റെ ചേച്ചിയെ ഞാൻ കൂടുതൽ കഷ്ടപ്പെടുത്തില്ല പോരെ? നിവിയുടെ സംസാരം കേട്ട് അവളെ തിരിഞ്ഞു നോക്കിയിട്ട് നിരഞ്ജൻ പറഞ്ഞു. മതി, അത് മാത്രം മതി എന്റെ ഏട്ടാ. ചിരിയോടാ പറഞ്ഞിട്ട് നിരഞ്ജന്റെ കവളിൽ ആഞ്ഞെന്ന് കടിച്ചു വീട്ട് കഴിക്കാനായിരുന്നു നിവി. അവൾക്കിപ്പോ ഏത് നേരവും ചേച്ചിയെ മതിയല്ലോ. നിവി പറയുന്ന കേട്ട് കുശുമ്പടെ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞ നിരഞ്ജന്റെ കാലിൽ നിന്ന് മടങ്ങിപ്പോയി. അയ്യോ അങ്ങളെ വീഴല്ലേ. നിരഞ്ജൻ ബാലൻസ് കിട്ടാതെ വീഴാൻ പോയതും അവന്റെ പിന്നാലെ വന്ന വേദ അവനെ ചുറ്റിപ്പിടിച്ചു. വീഴാതെ നിർത്താൻ ശ്രമിച്ചിട്ട് വെപ്രാളത്തോടെ പറഞ്ഞു. അവളുടെ കുഞ്ഞി കൈകളിൽ നിൽക്കാതെ വീഴാൻ പോയവനെ ഉമ്മറത്തേക്ക് ഇറങ്ങി വരികയായിരുന്ന അഭി താങ്ങി പിടിച്ച സെറ്റിയിലേക്ക് ഇരുത്തി. സൂക്ഷിക്കണ്ടേ അങ്കിളെ, വീണെങ്കിൽ എന്ത് ചെയ്തേനെ? അഭി എന്തെങ്കിലും ചോദിക്കും മുൻപ് നിരഞ്ജന്റെ കാലത്തിലിരുന്ന് മടങ്ങിപ്പോയി നീരുള്ള കാൽ മൃദുവായി തലോടി കൊടുത്തിട്ട് ശാസ്ത്രനോട് പറയുമ്പോൾ വേദയുടെ കുഞ്ഞിക്കണ്ണിൽ നീര് നിന്ന് നിറഞ്ഞു പോയത് അഭിക്കൊപ്പം നിരഞ്ജനും വ്യക്തമായി കണ്ടിരുന്നു. ദേവൂട്ടി എന്തിനാ സങ്കടപ്പെടുന്നേ? അങ്ങളിലൊന്നുമില്ല മോളെ. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണി അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തിട്ട് അഭി പറഞ്ഞു. വയ്യാത്ത കാലല്ലേ മാമ, അപ്പൊ അങ്ങളിന് നല്ലോണം നോവൂലേ? വീണ്ടും ആ കാലിൽ തലോടി തന്റെ മുൻപിൽ ഇരുന്ന് പറയുന്ന ആ കുഞ്ഞിനെ കാണി നിരഞ്ജന് അത് തന്റെ കുഞ്ഞിയാണെന്ന് തോന്നി. ഇപ്പോഴും തനിക്കൊരു തുമ്മൽ വന്നാൽ പോലും കണ്ണ് നിറച്ച് അടുത്ത് വന്നിരിക്കുന്ന അതേ കുഞ്ഞി മോളെ. ഒന്നുമില്ലട കുഞ്ഞി, പറഞ്ഞുള്ള നിരഞ്ജൻ അവളുടെ തലയിൽ തലോടി. ഞാൻ കുഞ്ഞിയല്ലല്ലോ, വേദയല്ലേ. എന്നെ അങ്കിൾ വേദ എന്ന് വിളിച്ചാൽ മതി. നിറഞ്ഞിരിക്കുന്ന ആ ഉണ്ടക്കണ്ണുകൾ നിമിഷം നേരം കൊണ്ട് കുറുമ്പ് നിറച്ചവൾ പറഞ്ഞു. ആ വർത്തമാനം കേൾക്കെ നിരഞ്ജനും അഭിയും ഒരുപോലെ പുഞ്ചിരിച്ചു. വേദൂട്ടി എന്ന് വിളിക്കണ്ടേ? എല്ലാരും കുഞ്ഞിനെ അങ്ങനെയല്ലേ വിളിക്ക? കുറുമ്പ് നിറഞ്ഞ ചീറ്റിയോടെ നിരഞ്ജൻ തിരക്കി. എല്ലാരും വിളിക്കട്ടെ, പക്ഷെ അങ്കിള് വിളിക്കണ്ട. അങ്കിളനെ വേദ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. നിലത്തുനിന്നും എഴുന്നേറ്റ് അഭിക്ക് നിരഞ്ജനും നടുവിലായി സെറ്റിൽ ഇരുന്നുകൊണ്ട് വേദൂട്ടി പറഞ്ഞു. എന്നാ പിന്നെ വേദ, എന്റെ കുഞ്ഞി പെണ്ണിന് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ മതിയല്ല ബി. നിരഞ്ജൻ ചെറുചിരിയിൽ നിറയെ വാത്സല്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തിരക്കി. അത് മതി. അഭിയും പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ മെല്ലെ ഒന്ന് തട്ടി. കണ്ണ് കുറുക്കിയൊരു കുസൃതി ചിരിയോടെ വേദ രണ്ടാളെയും മാറി മാറി നോക്കി.
പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ വൈഷ്ണവി വിറയലോടെ കൂടെ നടക്കുന്ന ആകാശിന്റെ അടുത്ത സുഹൃത്തായ അഡ്വക്കേറ്റ് ശ്യാമിനെ ഒന്ന് നോക്കി. എന്താണ് വൈഷ്ണവി, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? അവൾ നോക്കുന്ന കാണി പ്രകടമായ താല്പര്യമില്ലായ്മയുടെ ശ്യാം തിരക്കി. അത് ആകാശ് അവൻ തന്നെയാണോ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങാൻ ശ്യാമിനോട് പറഞ്ഞത്? മടിച്ച് വൈഷ്ണവി ചോദിച്ചു. പിന്നല്ലാതെ ആര് പറയാൻ, ശ്യാം തന്നെയാണ് ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചത്. അവനെ നീയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ലെന്നും പറഞ്ഞു അവനെ വെറുതെ വിട്ടേക്ക്. വൈഷ്ണവിയോട് പറഞ്ഞിട്ട് കാറിനടുത്തേക്ക് നടന്നു ശ്യാം എന്താ, എന്തെങ്കിലും പറയാനാണെങ്കിൽ വേഗം പറയും, എനിക്ക് തിരക്കുണ്ട്. അല്പം നീരസത്തോടെ തിരിഞ്ഞു നോക്കി പറഞ്ഞു അയാൾ. ആകാശ് വീട്ടിലുണ്ടോന്നറിയാൻ വൈഷ്ണവി വിക്കി. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്? നിന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ വരാൻ നിന്റെ അമ്മയോ അമ്മാവനോ തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോൾ ആകാശ് എന്നെ വിളിച്ചതും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതും നിന്നെ അവന്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാനല്ല, മറിച്ച് എന്നേക്കുമായി നീ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു അവൻ. അതൊക്കെ സമ്മതിച്ച ശേഷമല്ലേ ഡിവോഴ്സ് പേപ്പറിൽ നീ സൈൻ ചെയ്തത്? പിന്നെ എന്തിനാ വീണ്ടും നീ ആകാശിനെ കാണാം? ഇപ്പോഴും അവനെന്റെ ഭർത്താവായതുകൊണ്ട്. നിമിഷം നേരം കൊണ്ട് വൈഷ്ണവിയുടെ സ്വഭാവം മാറി. നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നോട് അവനൊരു താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ അത് വേണ്ടെന്നാവും പോലെ ആ ചെക്കനോട് പറഞ്ഞതാണ് ഞാൻ. അന്ന് അവനത് കേട്ടില്ല. ആ അഭിജിത്തിന്റെ ജീവിതം കുട്ടിച്ചോറാക്കി ആ കുടുംബത്തെ തച്ചുടച്ചുകൊണ്ടാണ് നീ ആകാശിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. എന്നിട്ട് നിന്നെ ആകാശിനെ മനസ്സിലായില്ല. ഇപ്പൊ അബിയുടെ അനിയത്തിയുടെ ജീവിതവും നീയും ആ പ്രവീണും ചേർന്ന് തുലച്ചു. നിനക്ക് പറ്റിയത് അവനെ പോലെ അമ്മയും സഹോദരിയും തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ചിലർ. അവന്റെ അടുത്തേക്ക് തന്നെ ചിലർ. പിന്നെ ഇപ്പോ നിന്റെ തനി സ്വരൂപം ആകാശിനറിയാം. ഇനി ഒരു ബന്ധവും പറഞ്ഞ് നീ ആകാശിന്റെ അടുത്തേക്ക് ചെല്ലരുത്. അറിയാലോ അവന്റെ അച്ഛൻ, നിന്റെ അമ്മാവന്റെ സ്വഭാവം. പിന്നെ നീ പുറം ലോകം കാണുമെന്ന് കണ്ടറിയാം. അയാൾക്ക് അടുത്ത ശബ്ദത്തിൽ പുച്ഛത്തോടെ പറഞ്ഞിട്ട് കാറിലേക്ക് കയറി ആ വണ്ടി ഇരപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ മറുപടി ഒന്നുമില്ലാതെ അമ്മാവന്റെ ക്രൂരത നിറഞ്ഞ പെരുമാറ്റം ഓർത്തൊരു നിമിഷം നിന്നുപോയി വൈഷ്ണവി. ഇനി എങ്ങോട്ട് പോകും? അമ്മ ഇനി എന്നെ ആ വീട്ടിലേക്ക് കയറ്റോ? പ്രവി ഏതോ ഹോസ്പിറ്റലാണെന്നാണ് ഏതോ പോലീസുകാർ സംസാരിച്ചതെന്ന് തനിക്ക് മനസ്സിലായത്. എവിടെയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ അടുത്തേക്കെങ്കിലും പോകാമായിരുന്നു. ആലോചനയുടെ ആ പോലീസ് സ്റ്റേഷന് പുറത്ത് റോഡിലെ പൊരിവെയിൽ നിൽക്കുമ്പോൾ മറുഭാഗത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന ചിലർ തന്നെ തുറച്ചു നോക്കുന്നതെന്ന് തോന്നിയ വൈഷ്ണവി പാകപ്പോടെ ഷോൾ വലിച്ച് തലയിലൂടെ ഇട്ട് മുഖം കുനിച്ച് എങ്ങോട്ടെന്നറിയാതെ മുന്നോട്ട് നടന്നു. അങ്കിളെ, ഞാൻ പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുത്തല്ലോ. വലിയ സ്കൂളാണ്, എനിക്കിഷ്ടായി. എന്നെ ആ സ്കൂളിൽ പഠിപ്പിച്ചാൽ മതിയെന്ന് മാമൻ പറഞ്ഞപ്പോൾ അമ്മ കേട്ടില്ല. അങ്കിൾ പറഞ്ഞുകൊണ്ടാണ് അമ്മ അനുസരിച്ചത്. സ്കൂളിൽ പോയിട്ട് വന്ന ദേവുട്ടി മുറ്റത്ത് നിൽക്കുകയായിരുന്ന നിരഞ്ജന്റെ അടുത്തേക്ക് ഓടി വന്ന് സന്തോഷം തിളങ്ങുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സ്കൂളിലെ കാര്യങ്ങളൊക്കെ നന്നായി കഴിഞ്ഞല്ലോ. ഇനി എന്റെ വേദം നന്നായി പഠിച്ചാൽ മതി. പഠിച്ചു മിടുക്കിയാവണം. സ്നേഹവും വാത്സല്യവും ഒരുപോലെ നിറഞ്ഞ വാക്കുകളല്ല അവളെ തലയിൽ തഴുകി പറഞ്ഞു നിരഞ്ജൻ. ഞാൻ നല്ലോണം പഠിക്കും അല്ലേ അമ്മ? പഴയ സ്കൂളിൽ എന്റെ ക്ലാസ്സിൽ ഞാനാണ് ഫസ്റ്റ് അല്ലേ അമ്മ? തന്റെ പിന്നാലെ വരികയായിരുന്ന ആരോട് ചോദിച്ചു വേദ. ആരെ അതിനൊന്ന് മൂളിയതേയുള്ളൂ. മോള് ചെന്ന് എന്തെങ്കിലും കഴിക്കുക, വെയിലത്ത് പോയിട്ട് വന്നതല്ലേ. നിരഞ്ജൻ വേദയോട് പറഞ്ഞതും അവൾ ആര്യയുടെ കൈയും പിടിച്ച് വീടിനുള്ളിലേക്ക് പോയി. ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും എന്താ ചെയ്യാൻ പോകുന്നത്? ആര്യ അകത്തേക്ക് കയറി പോയതും പിന്നാലെ ഓടാൻ പോയ നിവിയോടുമായി അഞ്ജുവിനോടുമായി നിരഞ്ജൻ തിരക്കി. എനിക്കിനി പഠിക്കാനൊന്നും വയ്യേട്ടാ, ഞാനേ ഇനി വെറുതെ ഇരിക്കാൻ പോവാണ്. കണ്ണും ചുണ്ടുമൊക്കെ കൂർപ്പിച്ചുകൊണ്ട് പഠിക്കാൻ തീരെ മടിച്ച നിവി പറഞ്ഞു. അഞ്ജുവോ? നിരഞ്ജൻ ചിരി കടിച്ച് പിടിച്ച് ഗൗരവത്തോടെ കൈയും കെട്ടി നിന്ന് അവളോട് തിരക്കി. എന്തു പറയണമെന്നറിയാതെ അഞ്ചു ദയനീയമായി ആ ഏട്ടനെയും അനിയത്തിയെ നോക്കി. നിനക്കിനി പഠിക്കണമെങ്കിൽ എന്നെ നോക്കാതെ ഏട്ടനോട് പറയടി. കണ്ണ് ചുരുക്കി പിടിച്ചുകൊണ്ട് നീവി പറഞ്ഞു. എനിക്ക് പഠിക്കണം, PG ചെയ്യണം, കൂടെ നീയും ഉറപ്പായി ഉണ്ടാകും അല്ലേ രഞ്ജു ചേട്ടാ? വീർത്ത മുഖത്തോടെ നിൽക്കുന്ന നിവിയെയും ചിരി അടക്കി നിൽക്കുന്ന നിരഞ്ജനെയും നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് വീടിനുള്ളിലേക്ക് ഓടിപ്പോയി കളഞ്ഞു അഞ്ജു. പഠിച്ചൊരു ജോലി വാങ്ങിച്ചെടുത്ത് സ്വന്തം കാലിൽ നിൽക്കുന്ന ആ പെണ്ണിന് ജീവിതത്തിൽ വിലയുണ്ടാകും കുഞ്ഞി. നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ. മുൻപൊക്കെ അങ്ങനെയല്ലായിരുന്നു എൻ്റെ കുഞ്ഞിയുടെ ആഗ്രഹം. പിന്നിപ്പോ എന്താ പറ്റിയേ? അവളുടെ വീർത്ത കവിളൊന്ന് തട്ടിയിട്ട് നിരഞ്ജൻ ചോദിച്ചു. എന്നാ പിന്നെ എനിക്ക് ഏട്ടൻ്റെ ഷോപ്പിൽ എന്തെങ്കിലും ജോലി തന്നാൽ മതി, ഞാൻ അവിടെ ജോലി ചെയ്തോളാം. കുറുപോടെ പറഞ്ഞു നിവി. ഏട്ടൻ്റെ കുഞ്ഞ് PGക്ക് പോകുന്നില്ലെങ്കിൽ നമുക്ക് PSC നോക്കാം. നീ മഞ്ജും കൂടെ അത് ആലോചിച്ച് തീരുമാനിക്കും. നിനക്കൊരു ഗവൺമെന്റ് ജോലി, അത് ഏട്ടൻ്റെ സ്വപ്നമാണടാ. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അബിക്കും അതൊരു ആശ്വാസമായിരിക്കും. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. ആണോ? എൻ്റെ ഏട്ടന് അതാണ് ഇഷ്ടമെങ്കിൽ, ജിത്തുവേട്ടന് അതൊരു സഹായമാകുമെങ്കിൽ ഈ കുഞ്ഞത് സാധിച്ചു തന്നിരിക്കും. അതേ സന്തോഷത്തോടെ നിരഞ്ജന്റെ കളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു നിവി. സ്കൂളിൽ പോയിട്ട് എന്തായി ആര്യയെ? അടുക്കളയിൽ കയറി വന്നവളോട് ആ രാധിക ചോദിച്ചു. അതൊക്കെ ശരിയായി അമ്മേ, പക്ഷെ ഫീസൊക്കെ അവിടെ പഠിച്ചിരുന്ന സ്കൂളിൽ കൊടുത്തതിലും കൂടുതലാണ്. എന്നെ കൊണ്ട് കൂട്ടിയെ കൂടുമോ എന്നാണ് ആര്യ വല്ലായ്മയോടെ പറഞ്ഞു. തൽക്കാലം മോള് അവിടെ തന്നെ പോകട്ടെ ആര്യ. അവളെ പഠിത്തത്തിന്റെ ചെലവ് രഞ്ജുമോ നോക്കാമെന്ന് പറഞ്ഞതല്ലേ നീയല്ലേ കേൾക്കാഞ്ഞത്?
എന്തായാലും കുഞ്ഞിന്റെ കാര്യം നന്നായിട്ട് നോക്കാൻ പറ്റും വിധത്തിൽ നിനക്ക് മോൻ ശമ്പളം തരും, അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അത് മതി. ഓർത്ത് മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കാതെ നീ ജ്യൂസ് എടുത്ത് കുടിക്ക്. എന്നിട്ട് ആ പിള്ളേർക്കും രഞ്ജനും കൂടെ കൊണ്ടു കൊടുക്ക്. ആര്യയുടെ വിഷമം കാണി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഫ്രിഡ്ജിലും ജ്യൂസ് എടുത്ത് പുറത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. നടന്ന് തളർന്ന കിതപ്പോടെ പ്രവീൺ കിടക്കുന്ന ആശുപത്രി തേടിപ്പിടിച്ചെത്തിയ വൈഷ്ണവി റിസപ്ഷനിലെ പേരും മറ്റും പറഞ്ഞപ്പോൾ അവർ റൂം നമ്പർ പറഞ്ഞു കൊടുത്തനുസരിച്ച് മുകളിലേക്ക് പോകാനായി വൈഷ്ണവി ലിഫ്റ്റിലേക്ക് കയറി. കയ്യിൽ കിടന്ന ഒരു മോതിരം വിറ്റിട്ടാണ് കുറച്ച് പൈസ ഒപ്പിച്ചത്. ആദ്യം അത് ചെയ്തൊരു പാക്ക് മാസ്ക് വാങ്ങുകയായിരുന്നു. അല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ വല്ലാതെ ഭയമോ നാണക്കേടോ തോന്നിയിരുന്നു അവൾക്ക്. ഡ്രസ്സും വാങ്ങിയ ശേഷം ഏറ്റവും ഒടുവിലാണ് പ്രവീണിനെ അന്വേഷിച്ചു തുടങ്ങിയത്. അവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവന്റെ എല്ലാം തല്ലുകൊള്ളത്തരവും കൂട്ടു നിൽക്കുന്ന മുരളിയുടെ പ്രവീണിന്റെ ഫ്രണ്ട് നമ്പർ താപ്പി പിടിച്ച് ഇവിടെ എത്തിയത്. കയ്യിൽ വാങ്ങി പിടിച്ചിരുന്ന 2 ജോഡി ഡ്രസ്സ് അടങ്ങിയ കവർ ഒതുക്കി പിടിച്ചുകൊണ്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ വൈഷ്ണവി റൂം നമ്പർ നോക്കി കണ്ടുപിടിച്ച് പ്രവീൺ കിടക്കുന്ന റൂമിന്റെ വാതിൽ മുട്ടി പുറത്ത് കാത്തു നിന്നു. വൈഷു സ്റ്റേഷൻ ജാമത്തിൽ ഇറങ്ങിയെന്ന് ആകാശിന്റെ കൂട്ടുകാരനില്ലേ, ആ അഡ്വക്കേറ്റ് ശ്യാം, അയാളാണ് ഇറക്കാൻ പോയത്. പിന്നെ ഇനി അവനും വൈഷുവിനെ വേണ്ടത് ഡിവോഴ്സ് വേണമെന്ന് ശ്യാം പറഞ്ഞത് അവൾ സമ്മതിച്ചെന്ന്. അവളിനി എങ്ങനെ ജീവിക്കുമെന്നാണ് കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളും ഓർത്ത് വിങ്ങുന്ന ശബ്ദത്തിൽ വിനോദിനി അയാളോട് പറഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത ആ ചെക്കൻ്റെയും കുടുംബത്തിൻ്റെയും കണ്ണുനീരിന്റെ ഫലമാണ് വിനോദിനി നീ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് പറയാം. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും എൻ്റെ മോനെന്ന് പറയുന്നവൻ ഇങ്ങനെയായി പോയില്ലേ. നല്ലൊരു ഭാര്യ, മിടുക്കിയായ മകൾ, എല്ലാം കിട്ടിയിട്ടും അവനെന്താ ദൈവമേ ഇങ്ങനെ അമ്മയും സഹോദരിയും തിരിച്ചറിയാൻ പറ്റാത്തവനായി പോയത്. അയാൾ നിറഞ്ഞ കണ്ണുകളുടെ വേദനയോടെ പറഞ്ഞു. എനിക്കറിയാം ഞാനൊരു തെറ്റായതും, തെറ്റ് മാത്രമല്ല സ്വാർത്ഥത കൂടെയാണ്. അന്ന് അബിക്കൊപ്പം പോയ വൈഷുവിനെ കൂട്ടിക്കൊണ്ടുവന്നതും പോരാതെ അവനായിട്ട് ഇനി ഒരു ശല്യത്തിന് വരാതിരിക്കാൻ എന്നോണം കള്ളക്കേസിലും കുടുക്കി അവന്റെ ജീവനും തുലച്ചില്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. അവനെ നാണം കെടുത്തിയതുപോലെ ഞാനും നാണം കെട്ട് ജീവിക്കണം. കരഞ്ഞ് വീങ്ങിയ കണ്ണും മുഖവും അമർത്തി തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു. നീ അന്ന് അങ്ങനെ ചെയ്തത് നന്നായി. അതുകൊണ്ടല്ലേ ആ നശിച്ചവളിൽ നിന്നും അഭി രക്ഷപ്പെട്ടത്. ഇന്ന് അവന് നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടി. അതവന്റെ മനസ്സിലെ നന്മ കൊണ്ടാണ്. അതുപോലെ ആര്യമ്മോളും ആ തലത്തെറിച്ചവനിൽ നിന്നും രക്ഷപ്പെട്ടു പോകട്ടെ. എൻ്റെ പൊന്നുമോളെ കാണാൻ പറ്റില്ല എന്നൊരു നോവ് മാത്രമേ ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ളൂ. അയാൾ വിങ്ങി കരഞ്ഞുകൊണ്ടും പറഞ്ഞു കേട്ട് അവർ മറുപടി ഒന്നും പറയാനില്ലാതെ വേദനയോടെ അയാളെ നോക്കിയിരുന്നു. എനിക്ക് വേദന കൊണ്ട് കണ്ണൊന്നും അടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അമ്മ ഡോക്ടറെ കണ്ടെന്ന് പറയോ? വേദന മാറി ഒന്ന് ഉറങ്ങാനുള്ള ഒരു ഇഞ്ചക്ഷൻ തരാൻ. രാത്രിയും പകലും നടുവിൽ വെട്ടിപ്പൊളിക്കുമ്പോഴുള്ള വേദന സഹിക്കാനാവാതെ വാവിട്ട് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി അവളുടെ അമ്മയോട് പറഞ്ഞു. എനിക്കിനി ആരുടെ വായിലിരിക്കുന്നതും കേൾക്കാൻ വയ്യലച്ചു. ഇവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ നിനക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ നിന്റെ കരച്ചിൽ കേട്ട് ചെന്നാ എന്നെ ഡോക്ടർ പറയാൻ ഇനി ഒന്നും ബാക്കിയില്ല. ലക്ഷ്മിയുടെ കരച്ചിൽ കാണേ സങ്കടം താങ്ങാനാവാതെ കൂടെ കരഞ്ഞുകൊണ്ട് മാലതി പറഞ്ഞു. എനിക്ക് വേദന സഹിക്കാൻ വയ്യമ്മേ, എന്നൊന്ന് കൊന്നു തരുമോ? അനങ്ങാനാവാത്ത ആ കിടപ്പ് കിടന്ന് ലക്ഷ്മി കരഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രഞ്ജുന് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അവൻ ഇതുപോലെ വേദന കൊണ്ട് ഓരോ നിമിഷവും വാവിട്ട് കരഞ്ഞത്. നീ വേദനിച്ച് കരയണം ലച്ചു. ആ വേദന എന്താണെന്ന് നീ അറിയണം. ഇതൊക്കെ നീ ചെയ്തു കൂട്ടിയതിന് ദൈവം തന്ന ശിക്ഷയാണ്. എന്തൊക്കെയോ നേടാൻ വേണ്ടി നീ ആരൊക്കെയോ വേദനിപ്പിച്ചു. എന്നിട്ട് എന്ത് നേടി നീ? ദേഷ്യമോ സങ്കടമോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഭാവത്തിൽ പറഞ്ഞിട്ട് അവർ ബെഡിനോട് ചേർന്നിട്ടിരുന്ന സ്റ്റൂൾ വലിച്ച് നീക്കിയിട്ട് അതിലേക്കായിരുന്നു. അമ്മ കൂടെ കൈവിട്ടാൽ പിന്നെ എനിക്ക് ആരുണ്ട്? ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ ഞാൻ രഞ്ജുവിനെ കണ്ട് കാല് പിടിച്ചിട്ടായാലും അവൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും ഞാൻ കയറി പറ്റും. അത്ര പെട്ടെന്നൊന്നും എന്നെ ഉപേക്ഷിക്കാൻ അവന് കഴിയില്ലമ്മ. ലക്ഷ്മി കടുത്ത വേദനയ്ക്കിടയിൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകാത്തത് എന്തെന്നറിയോ നിനക്ക്? നിന്നെപ്പോലെ ഒരുത്തി നേർച്ച കാഴ്ച വെച്ച് പ്രസവിച്ച് വളർത്തി കുറ്റത്തിന് ഞാനതിന് അനുഭവിക്കണമെന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ടാണ്. അത് മാത്രമല്ല, നീവെ ചീത്തക്കുട്ടിയാക്കാൻ ആ വിമലയ്ക്കൊപ്പം ഞാനും കൂടിയല്ലോ. അപ്പോൾ അതിനൊക്കെയുള്ള ശിക്ഷയും ഞാനിത് കാണും. ഇനിയും രഞ്ജുവിൻ്റെ പിന്നാലെ പോയി അവന് ജീവിക്കാൻ വിടാതെ ശല്യം ചെയ്യാനാണെങ്കിൽ നിന്നെ ഇവിടെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ പാട്ടിന് പോകും, പറഞ്ഞേക്കാം. അവൻ്റെ അമ്മയും അച്ഛനെയും കൊന്നു കളഞ്ഞവളെ സ്നേഹിക്കാനും നിനക്കൊപ്പം ജീവിക്കാനും അവൻ മുട്ടി നിൽക്കുവരെ അങ്ങ് ചെന്ന് കയറി കൊടുക്ക്. വെറുപ്പോടെ അടക്കിയ ശബ്ദത്തിൽ പറഞ്ഞിട്ട് അവർ ആ വാർഡിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ലക്ഷ്മി ആവട്ടെ അവർ പറഞ്ഞു കേട്ട് പല്ല് കടിച്ച് പിടിച്ച വേദന രോക്ഷമൊക്കെ അടക്കി നിർത്താൻ ശ്രമിച്ചു. അമ്മ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? പുറത്തുനിന്നൊരു കവറുമായി അങ്ങോട്ട് കയറി വന്ന വിവേക് പുറത്ത് നിൽക്കുന്ന മാലതിക്കടുത്തേക്ക് വന്ന് ചോദിച്ചു. ഒന്നുമില്ലടാ, വാർഡിൽ ഭയങ്കര ചൂട്, അതുകൊണ്ട് ഇച്ചിരി കാറ്റ് കിട്ടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞാൻ. കരഞ്ഞ് ചുവന്ന കണ്ണുകൾ മകനിൽ നിന്ന് മുളിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു. അച്ഛനെ കാണാൻ പോയ നീ? മാലതി വിഷമത്തിൽ അവനോട് തിരക്കി.
ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് വന്നത്. അച്ഛൻ നേരിച്ച് ആഹാരവും മരുന്നൊന്നും കഴിക്കുന്നില്ല. ഒരുതരം വാശി പോലെയാണ് കാണിക്കുന്നത്. ഇന്നലെയും ഇന്ന് രാവിലെയും BP കൂടെയും ഷുഗറിൻ്റെയും ഗുളികയൊന്നും കഴിച്ചിട്ടില്ല. ഇനി അച്ഛനും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? വിവേക് ഗൗരവത്തോടെ പറഞ്ഞു. ഈശ്വര, ഞാനിപ്പോൾ എന്താ ചെയ്യുക? മരുന്ന് കഴിക്കാതെ എവിടെയെങ്കിലും വീണ് പോയാൽ ആരാ അവിടെ ഉള്ളത്? നെഞ്ചിൽ കൈ ചേർത്ത് വെച്ച് നിറഞ്ഞു പോയ കണ്ണുകളോടെ അവർ ചോദിച്ചു. അമ്മ ഇനി കരഞ്ഞു കരഞ്ഞ് ഓരോന്നും ഒപ്പിച്ച് വെക്കില്ലേ? ഇപ്പൊ വഴക്ക് പറഞ്ഞ് മരുന്നും ആഹാരവും കഴിപ്പിച്ചിട്ടുണ്ട് ഞാൻ. വൈകിട്ട് ഒന്നുകൂടെ പോയി നോക്കാം. അമ്മ ഇപ്പൊ പോയി എന്തെങ്കിലും കഴിക്കും. ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ മുഖത്തെ സങ്കടവും നിറഞ്ഞു കൊടുക്കുന്ന കണ്ണുകളും കാണേ അവരെ ചേർത്ത് പിടിച്ച് ആ കവർ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് വിവേക് പറഞ്ഞു.